ഇടതുപക്ഷ തൊഴിലാളി യൂണിയന്റെ നേതാവായ ഇളമനം കരീമിനും INTUC-യുടെ നേതാവായ ചന്ദ്രശേഖരനുമെതിരെ രൂക്ഷമായ ആക്ഷേപവും അധിക്ഷേപവുമാണ് ആശാ വർക്കർമാരുടെ സമരവേദിക്ക് മുൻപിൽ SUCI-യുടെ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത്. ഇളമനം കരീമും ചന്ദ്രശേഖരനും INTUC-യുടെയോ CATU-വിന്റെയോ നേതാക്കന്മാരായിട്ടല്ല, അവർ വ്യക്തി താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് ഈ സമരത്തിനെതിരായി ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ. ഇളമനം കരീമിന്റെ കക്ഷത്തിരിക്കുകയാണ് ആർ ചന്ദ്രശേഖരൻ എന്നും അവിടെ INTUC-ക്കോ CATU-വിനോ സ്ഥാനമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും രണ്ട് തൊഴിലാളി വിഭാഗത്തിന്റെ നേതാക്കന്മാർക്കെതിരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളും അധിക്ഷേപങ്ങളുമാണ് ഇപ്പോൾ മറ്റൊരു തൊഴിലാളി സംഘടനയായ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിന് മുമ്പിൽ നിന്ന് ഉയരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഈ സഹന സമരമാണ് കേരളത്തിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് ആരുണ്ട് ഇതിനെ എതിർക്കുന്നത്? CATU-കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ എതിർക്കുന്നത് ഒരിളമരം കരിമും കൂടെ നിൽക്കുന്ന ചില ഭിക്ഷാന്തഹികളുമല്ലാതെ മഹാഭൂരിപക്ഷം വരുന്ന CATU-കാരും മനസ്സുകൊണ്ട് ഈ സമരത്തോടൊപ്പമാണ്. INTUC എന്ന് പറയാൻ പറ്റില്ല. ഒരു ചന്ദ്രശേഖരൻ, ഇളമരം കരീമിന്റെ കക്ഷത്ത് പെടലി വെച്ചിരിക്കുന്ന ഒരു ചന്ദ്രശേഖരൻ. അതുകൊണ്ടാണല്ലോ INTUC-യുടെ നിരവധി സംഘടനകൾ ഇവിടെ ഐക്യദാർഢ്യവുമായി വന്നത്. അന്ന് ചന്ദ്രശേഖരൻ വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ INTUC എന്നും CATU എന്നും ഒന്നും പറയണ്ട. അവരെല്ലാം നമ്മളോടൊപ്പമാണ്. ഇന്നലെ പത്തനംതിട്ടയിൽ ഒരു ജില്ലാ കൺവെൻഷൻ നടന്നു. ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. അതൊന്ന് കാണാൻ വേണ്ടി പോയി. അവിടെ വന്നൊരു ആശാ സഹോദരി പറഞ്ഞു, ഞങ്ങളൊക്കെ CATU-കാരാണ്. ഞങ്ങളോട് എത്ര മോശമായിട്ടാണ് CATU പെരുമാറുന്നത്. ഞങ്ങൾക്ക് ഇന്ന് അഭിമാനമുണ്ട്. ഒരാളും ഞങ്ങളോട് മോശമായി പെരുമാറുന്നില്ല, CATU-ന്റെ ചില നേതാക്കന്മാരല്ലാതെ. ചർച്ചയെ കുറിച്ച് പറഞ്ഞു. അതൊരു ചർച്ച എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ചർച്ചയ്ക്കല്ല വിളിച്ചത് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു സംഗതി. നാട്ടുകാർ മുഴുവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ അവരെ വിളിക്കുന്നു, പക്ഷെ ചർച്ചയില്ല. അതാണ് നിലപാട്. ചർച്ചയെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെങ്കട സമരത്തിന്റെ സമര സഹായ സമിതിയുടെ കൺവീനറായിരുന്നു. ആദ്യം അന്നത്തെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞത്, കൊമ്പും മുള്ളുമുള്ള പോലീസിനെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സമരഭൂമി ഒഴിഞ്ഞു പോകണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ചെന്നിട്ട് 3 സെന്റിനുള്ള അപേക്ഷ നിങ്ങൾ അതേത് വില്ലേജ് ഓഫീസുകളിൽ കൊടുക്കും. അതായിരുന്നു ചർച്ച. രാഹഗോപാലൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, നമുക്ക് ഇനി സമരമുഖത്ത് കാണാം. തിരിച്ചു പോയി. പിന്നീട് ഒരു ശക്തമായ പോരാട്ടമായിരുന്നു. ആ സമരത്തെ അടിച്ചമർത്തുവാൻ ഭീകരമായ ആക്രമണങ്ങളാണ് നടത്തിയത്.